കുമാർ IMA ഭാരവാഹി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ചികിത്സകളില്ല എന്നുള്ള വാർത്തകളെല്ലാം പരന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇത് വരുമ്പോൾ കൂടുതൽ ആശങ്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് വേണ്ടത്? മൊത്തത്തിൽ ഇത് ഒരുപാട് നമ്മള് എന്താ പറയാ, പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല. എംപോക്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ലെങ്കിൽ പോലും ഇപ്പൊ ഇൻഫെക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പകരുന്ന കാര്യത്തിലായാലും ഇപ്പോ കോവിഡ് പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങൾ പോലെയൊന്നും അങ്ങനെ പടർന്ന് പിടിക്കുന്നതല്ല. മനുഷ്യരിലും മറ്റു ചില മൃഗങ്ങളിലും ഒക്കെ ഉണ്ടാകാവുന്ന ഒരുതരം പകർച്ചവ്യാധി വൈറൽ രോഗമാണിത്. കുരങ്ങോസൂരി അല്ലെങ്കിൽ വാനരവസൂരി എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ മൃഗങ്ങളിൽ നിന്നുള്ള ആണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. പലപ്പോഴും നമ്മുടെ പെറ്റ്സോ അതുപോലെയുള്ള അതുമല്ലെങ്കിൽ ചിലപ്പോൾ റാറ്റ്സ് ആവാം, മൈസ് ആവാം, ഇത്തരത്തിലുള്ള മൃഗങ്ങളിൽ കൂടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പകരുന്നത്. ഒരു സാധാരണ വൈറൽ ഇൻഫെക്ഷൻ മാതിരി തന്നെയാണ് പലപ്പോഴും ഇത് ഉണ്ടാകുന്നത്. പക്ഷെ കാര്യമായ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇത് തീർച്ചയായും ഇത്തരം ഒരു വൈറൽ അസുഖം ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ വരുന്ന മറ്റുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഐസൊലേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരോഗ്യവകുപ്പ് അതിന്റെ കാര്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെറ്റ്സ് ആണ് ഒരു ഘടകമായിട്ട് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതും കോണ്ടാക്ട് ബേസിസിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഇത് പടരാതിരിക്കാനും. പിന്നെ ഡെത്ത് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ അസുഖം വന്ന് 0.1% അതിലെ കുറവ് മാത്രമേ ഒരു ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ലോകത്തിൽ തന്നെ. പക്ഷെ നമുക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നത് പലപ്പോഴും കോവിഡിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നത് ഈ കോമോർബിഡിറ്റീസ്, മറ്റ് അസുഖങ്ങൾ ഉള്ള ആൾക്കാരിലൊക്കെ ഇത് വരുന്ന സമയത്ത് അതിന്റെ കോംപ്ലിക്കേഷൻസും അതിന്റെ ഫെറ്റാലിറ്റിയും ഒക്കെ കൂടുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഒരു കാരണവശാലും പാനിക് ആവേണ്ട ആവശ്യമില്ല, പക്ഷെ കോഷൻ വേണം. കൂടുതൽ ആൾക്കാർക്ക് പകരാതിരിക്കാനുള്ള ശ്രമങ്ങൾ വേണം. അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഡോക്ടർ, ഈ ഇമ്മ്യൂണിറ്റി പവർ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയപ്പെടുമ്പോൾ ഈ വസൂരിയുടെ വാക്സിനേഷൻ ലോകമെമ്പാടും നിർത്തിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പ്രതിരോധ ശേഷി നമുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ എംപോക്സ് ആ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ട് എംപോക്സിനെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ രോഗം ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണോ എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സ്മോൾ പോക്സിന്റെ അതേ ശ്രേണിയിൽ വരുന്ന വൈറസ് ആണെങ്കിൽ പോലും അതിന്റെ ഇമ്മ്യൂണിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പല ആന്റിബോഡി ടെസ്റ്റുകളും അതാണ് കാണിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഭയത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഒന്ന്. രണ്ടാമത്, വൈറസ് രോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം എപ്പോഴും വൈറസ് രോഗങ്ങൾ ചെറിയ തോതിൽ വന്നു കഴിയുമ്പോൾ, മനുഷ്യർ വന്നു കഴിയുമ്പോൾ അതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി ബോഡി ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കോവിഡിന്റെ കാര്യത്തിൽ പോലും അതായിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഇവിടേക്ക് കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷന്റെ ഒരു വാക്സിനേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ വാക്സിൻസ് ഉണ്ടാക്കാൻ വാക്സിനേഷൻ കൊടുക്കാൻ ശ്രമിച്ചു. അത്തരത്തിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്മോൾ പോക്സിന്റെ വാക്സിനേഷൻ കൊണ്ട് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത് ഇല്ലാത്തതിന്റെ, സ്മോൾ പോക്സ് ഇല്ലാത്തതിന്റെ അത് മാറിയതിന്റെ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ വരും എന്നുള്ളൊരു രീതിയിൽ അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം രണ്ട് രീതിയിലുള്ള വൈറസുകൾ തന്നെയാണ്. ഇപ്പൊ പോക്സിന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും എംപോക്സിന്റെ കാര്യത്തിൽ അത്ര വ്യത്യാസം വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എംപോക്സിന് വാക്സിനേഷൻ ഉണ്ടല്ലോ, അത് മാത്രമാണോ യഥാർത്ഥത്തിൽ ഒരു പരിഹാരം? അത് തന്നെയാണോ? മിക്കവാറും വൈറൽ രോഗങ്ങൾക്കെല്ലാം വാക്സിനേഷൻ ആണ് ഒരു പ്രധാന പ്രതിരോധ മാർഗം. ഏത് വാക്സിനേഷൻ ഇപ്പൊ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ മറ്റുള്ള കോവിഡിന്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെയല്ല വൈറസിന് എപ്പോഴും വാക്സിനേഷൻസ് ആണ്. പക്ഷെ കോവിഡിലൊക്കെ നമ്മൾ കണ്ടതുപോലെ പല അസുഖങ്ങളിലും ഈ വൈറസ് മ്യൂട്ടേഷൻ വഴി അല്ലെങ്കിൽ അതിന്റെ രൂപാന്തരങ്ങൾ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വാക്സിനേഷനോ അല്ലെങ്കിൽ അതിലുള്ള പ്രതിരോധ ഔഷധങ്ങളോ പലപ്പോഴും മുഴുവൻ പോയാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരും.
അതാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ കുട്ടികൾക്ക് ഈ രോഗം ഗുരുതരമാണ് എന്ന് കൂടുതൽ പറയപ്പെടുന്നത് അത് കറക്റ്റ് ആണോ? അതായത് ഈ കാഴ്ച നഷ്ടം വരെ ഉണ്ടാകുന്നു, ബ്രോങ്കോ ന്യൂമോണിയ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. കുട്ടികൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ ഇത് കൂടുതൽ ക്രൈസിസ് ഉണ്ടാകുന്നത് ഇന്ന ഏജ് ഗ്രൂപ്പിനാണ്, അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല. വാസ്തവത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതും ഇപ്പൊ മീസൽസ് പോലും, കുട്ടികളിൽ ഉണ്ടാകുന്ന മീസൽസ് പോലും പലപ്പോഴും കാര്യമായ ഫീറ്റൽ ലെവലിലേക്ക് വരുന്ന സാധാരണയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രോങ്കോന്യൂമോണിയ, മീസൽസ് നമുക്ക് അറിയാമല്ലോ, അഞ്ചാമലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു അസുഖമായിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷെ അത് എപ്പോഴും കുട്ടികൾ ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം, സ്വന്തം ഇമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ലോ ലെവലിലായിരിക്കും. അവരത് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്നും അത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലാണ്. അത്തരം ആൾക്കാരില് കുട്ടികൾക്ക് ഈ ഇത് പ്രശ്നം കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്കതിനെ കാണേണ്ടതുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് ഏകദേശം അതിന്റെ രീതിയിൽ തന്നെയാണ് മറ്റു അസുഖങ്ങൾ, ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ ക്യാൻസറോ പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അതിനോട് അതിന്റെ കൂട്ടിയവസ്ഥയിലുള്ള മറ്റു പ്രശ്നങ്ങൾ, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളില്ല, കോമോർബിഡിറ്റീസ് എന്ന് നമ്മൾ പറയുന്ന അത്തരം അസുഖങ്ങളിലുള്ളവരെയും ഇത് ഫേറ്റാലിറ്റി കൂട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് അത് കാണേണ്ടത് തോന്നുന്നത്. അതല്ലാതെ ഒരു ഏജ് റിലേറ്റഡ് എന്നതിനേക്കാൾ അവരുടെ ശരീര ആരോഗ്യ അവസ്ഥയെ ബന്ധപ്പെടുത്തിയിട്ടാവും അത് കാണാൻ കഴിയുക. ഡോക്ടർ, ഇപ്പോൾ ഈ വിദേശത്തു നിന്ന് യു എയിൽ നിന്നെത്തിയ ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. പുറത്തുനിന്ന് വരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. ആ ഒരു ഘട്ടമാണ് കേരളത്തിൽ, അങ്ങനെ കരുതുന്നുണ്ടോ? തീർച്ചയായും ഇത്തരം അസുഖങ്ങൾ, ഇത് നമുക്കറിയാം, പകർച്ചവ്യാധികൾ വളരെ സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുന്നതായാലും അല്ലാത്തതായാലും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത്തരം മോണിറ്ററിംഗ് ആവശ്യമാണ്. കാരണം ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളെ നമുക്ക് ഇല്ലാതെയാക്കണം, എങ്കിൽ മാത്രമേ ഇത് സമൂഹത്തിൽ പകർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ വളരെ നമ്മൾ ആദ്യമൊക്കെ കോവിഡിന്റെ കാര്യത്തിലൊക്കെ ചെയ്തിരുന്ന പോലെയുള്ള ഒരുപാട് വേണ്ടി വരില്ലായിരിക്കാം, എങ്കിൽ പോലും നമുക്കത് ആവശ്യമാണ്. ആ ഒരു ട്രേസിങ്ങും അതുപോലെയുള്ള പ്രിവെൻഷൻ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ഡോക്ടർ ഗോപികുമാർ ആണ് പ്രതികരിച്ചത്. വളരെ നന്ദി ഡോക്ടർ. ഏതായാലും